അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഇന്ധന വില വർധനവ് പിൻവലിക്കുക, ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കുക, ഓൺലൈൻ സർവീസുകൾക്കെതിരെ നടപടിയെടുക്കുക, തൊഴിലാളികളെ ദ്രോഹിക്കുന്ന വാഹന പരിശോധന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ അങ്കമാലി ഏരിയ കമ്മിറ്റി ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. ഇന്ധനവില വർധനവ് പിൻവലിക്കുക, ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതകം, CNG എന്നിവയുടെ അനിയന്ത്രിതമായ വിലവർധനവ് പിൻവലിക്കുക, ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുക, തൊഴിലാളികളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള മോട്ടോർ വാഹന പരിശോധനകൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വാഹനക്കുരുക്കിൽപ്പെട്ട് കഴിയുന്നൊരവസ്ഥ ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിൽ അങ്കമാലി നഗരസഭാ അതിർത്തിയിൽ ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ പുറത്തേക്ക് പോയാൽ അവർക്ക് അകത്തേക്കും, അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധം വാഹനക്കുരുക്ക് രൂപപ്പെടുക. ശാസ്ത്രീയമായൊരു ക്രമീകരണം നടത്താൻ ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ സന്നദ്ധമാകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാർച്ചിന് വരുമ്പോ ഇവിടുത്തെ ജനപ്രതിനിധി MLA മാത്രമായിരുന്നു. ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. സംസ്ഥാന ക്യാബിനറ്റിൽ മന്ത്രിയായിട്ടുള്ള, ക്യാബിനറ്റ് അംഗമായിട്ടുള്ള ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ വിധം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വാഹനക്കുരുക്ക് രൂപപ്പെട്ടിട്ട് അതിന് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ലജ്ജാകരമായ അവസ്ഥയാണ്. UDF ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ ഒന്നാമത്തെ ബജറ്റ് വന്നു കഴിഞ്ഞു. ആ ബജറ്റിനകത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ പദ്ധതിക്ക് രൂപം നൽകണ്ടേ? കഴിഞ്ഞ LDF ഗവൺമെന്റ് വിഭാവനം ചെയ്ത 8 വരി പാതയുടെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് അടിയന്തരമായി ഈ പ്രദേശത്ത് വാഹനവുമായി പോകുന്നതിന് കഴിയാത്ത വിധം കുരുക്കേർപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദർഭമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളി അത്തരമൊരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മാത്രം പ്രശ്നമായിട്ടല്ല, അങ്കമാലിയുടെ പൊതുപ്രശ്നമായിട്ടാണ് ഞങ്ങൾ ആ വിഷയം മുന്നോട്ട് വെക്കുന്നത്. ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ അങ്കമാലി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജിജോ ഗർവാസിസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, PV ടോമി, മാത്യു തെറ്റയിൽ, MK ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാമതായി ഞങ്ങൾ പറയുന്നത് ഓൺലൈൻ ടാക്സിയുടെ കടന്നുവരവാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെയും അതുപോലെ തന്നെ KSRTCയിലെയും പട്ടണത്തിലെയും തൊഴിലാളികൾ ഇങ്ങനെ അവരുടെ പാർക്കിംഗ് കേന്ദ്രത്തിനകത്ത് കാത്തുകിടക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം മാത്രമായി മാറുകയാണ്. ഇവിടെ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളായിട്ടുള്ള യൂബറും റാപ്പിഡോയും അതുപോലെ തന്നെ വരുന്ന സംവിധാനങ്ങൾ, ഓലയടക്കം വരുന്ന സംവിധാനങ്ങൾ നിർബാധം സഞ്ചരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് യഥേഷ്ടമായി ഈ സ്റ്റാൻഡിലെ തൊഴിലാളികളുടെ ഓട്ടം പോലും എടുത്തുകൊണ്ടുപോകുന്ന വിധത്തിൽ അത് മാറുമ്പോ തൊഴിലാളികൾ കടുത്ത പ്രതിഷേധം ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ പോലും അധികാരികൾ കണ്ണടച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഈ രംഗത്ത് വർദ്ധിച്ചു വരികയാണ്. അത് അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നിലയുണ്ടാകണം.